അമ്മ പൂച്ച എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ തുടച്ച് വൃത്തിയാക്കി എടുക്കും നോക്ക്. പാല് കുടിക്കുന്നു. എല്ലാവരും ഉണ്ട്, 4 പേരെയും ചേർത്ത് പിടിച്ച്. അന്നന്നത്തെ ആഹാരം ഇവിടുന്ന് കിട്ടുന്ന പോലും അവർക്കറിയത്തില്ല. കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയാണ്. കണ്ടോ, എത്ര ആ പരിപാലനമൊക്കെ നമ്മൾ കണ്ടു പഠിക്കണം. നമുക്ക് ഓരോ കുഞ്ഞിനെയും നക്കി തുടച്ച് വൃത്തിയാക്കി സൂപ്പറായിട്ട് പരിപാലിക്കുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. നമുക്കെല്ലാം കിട്ടിയിട്ടും നമുക്ക് കുറ്റം പറച്ചിലും പരാതി പറച്ചിലും ദൈവത്തെ പഴിക്കലും എല്ലാം. ഇതുങ്ങൾ ഇന്നത്തെ ആഹാരം കിട്ടിയാലായി, കിട്ടിയില്ലായി, നാളെ കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയാത്ത ഒരു ജീവി അവർക്കുള്ളത്. കുഞ്ഞുങ്ങൾക്ക് പോയി തിന്നാൻ പറ്റത്തില്ല. അമ്മ കൊടുത്താലേ കഴിക്കാൻ പറ്റത്തുള്ളൂ, അമ്മയുടെ പാല്. അല്ലാതെ ഓടി നടന്നും മതിൽ ചാടി അപ്പുറവും ഇപ്പുറവും പോയി കഴിക്കാനുള്ള പരുവമായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ ബ്രെഡും പാലും കൊടുക്കും. ഞാൻ 3 നേരം അത് തന്നെ കൊടുക്കുന്നത്. ഞാൻ കുടിക്കുന്ന പാലിൽ നിന്ന് കുറച്ച് ഷെയർ അവരെ ഇച്ചിരി ഒന്ന് വലുതാക്കി പ്രാപ്തരാക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നീട് അവർ ജീവിച്ചോളും. ഇതിപ്പോൾ അമ്മയുടെ പാല് മാത്രമേ കുടിക്കുന്നുള്ളൂ. പുറത്ത് ചെറുതായിട്ടൊക്കെ ഓടിയൊക്കെ നടക്കും, അല്ലാതെ ദൂരെയൊന്നും പോകാനുള്ള ഇതായില്ല. ആ അമ്മ രാവിലെ എഴുന്നേറ്റ് എൻ്റെ കുഞ്ഞുങ്ങളെ വൃത്തിയാക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ പൂച്ചയല്ല ഇത്. ഇവിടെ വന്ന് പ്രസവിച്ച് ഒരു പ്രാവശ്യം 4 പേരെ എടുത്തുകൊണ്ടങ്ങ് പോയി. ഞാൻ ഒരാളെ എടുത്തുകൊണ്ട് വന്ന് ആ പൂച്ച ഇവിടെ വന്ന് എടുത്തുകൊണ്ട് തിരിച്ചു പോയി. പിന്നെ അത് വെച്ചിരുന്നിടത്ത് ഒരു അംഗൻവാടി വന്നു. അങ്ങനെ അവർക്ക് കളിക്കാനും കിടക്കാനും ഇടയില്ലാതായപ്പം ആ പൂച്ച വീണ്ടും അത് പ്രസവിച്ചത് വേറൊരു സ്ഥലത്താണ്. മീൻസ് ഈ വീട്ടിൽ തന്നെ ഒരു സ്റ്റോർ റൂമിൽ, പുറത്തെ സ്റ്റോർ റൂമിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല അധികം. മമ്മട്ടി അത് ഇതൊക്കെ വെച്ചിരിക്കുന്നിടത്ത് ഒളിച്ചു കൊണ്ടുപോയി വെച്ച് പ്രസവിച്ച് ആ കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കാണുന്നത്. എനിക്കറിയാമായിരുന്നു അവിടെ കുഞ്ഞുങ്ങളുണ്ടെന്ന്. ഈ 4 പേരും അത് കഴിഞ്ഞ് അതിനെ അംഗൻവാടി സ്ഥലമില്ലാതായപ്പോൾ അതിന് മനസ്സിലായി അവിടെ പ്രശ്നമാണെന്ന്. അത് ബുദ്ധിപൂർവ്വം അതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച്. അപ്പോൾ അത് സേഫായി. ഞാൻ ആദ്യം ഓടിക്കാൻ നോക്കി, പിന്നെ ഞാൻ ഓർത്ത് എന്താ പ്രാണികളെ ഉപദ്രവിക്കരുത്, വല്ലതും കൊടുത്ത് നിങ്ങൾ വളരട്ടെ എന്ന്. അതുകൊണ്ട് ഇതുപോലൊരു കുഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. 4 പൂച്ചയിൽ 1 മാത്രമേ കിട്ടിയുള്ളായിരുന്നു. ആ കുഞ്ഞ് എൻ്റെ കൂടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു വീട്ടിനകത്തിങ്ങനെ അടുക്കളയുടെ അവിടെ. അത് കഴിഞ്ഞേച്ച് എൻ്റെ ഒരു കൂട്ടുകാരി വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ കുഞ്ഞിന് ഇഷ്ടപ്പെട്ട് അങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് പോയി. അങ്ങനെ അത് കൊണ്ടുപോകുന്ന വഴിക്ക് ചാടി, അങ്ങനെ പെട്ടെന്നൊരു വണ്ടി വന്നു അതിൻ്റെ പുറത്ത് കയറി അതപ്പോഴേ ചത്തു. അപ്പോൾ ആ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് ഈ തള്ളപ്പൂച്ച പിന്നെ അങ്ങ് കരച്ചിലായിരുന്നു. ആ കരച്ചിലൊരു പ്രത്യേക സൗണ്ടിലാണ് വയ്ക്കുന്നത്. അവർ സാധാ കരയുന്ന പോലല്ല. അതിൻ്റെ കുഞ്ഞിനെ കാണാത്ത വിഷമം അത് ഭയങ്കരമായിട്ട് റിയാക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കരച്ചിലും എൻ്റെ അടുത്ത് വന്ന് പരാതി പറയുന്ന പോലെയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇപ്രാവശ്യമുള്ള കുഞ്ഞുങ്ങളെ ഞാൻ ഒന്നും എല്ലാവർക്കും കൊടുക്കത്തുമില്ല. ഇതെന്തായാലും ഇച്ചിരി കൂടെ വലുതായി കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ കൊടുക്കും. നമുക്കെന്തിനാ എല്ലാ പൂച്ചകളെയും കൂടെ ഒന്നും വേണ്ട. അതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അവളെ ആ കുഞ്ഞുങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കി പാല് കൊടുത്തിട്ട് അമ്മ ആഹാരം കഴിക്കുന്നത്. ശരി എന്നാൽ, ഓക്കെ, ബൈ.